ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തുതി പറയുകയാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു വന്ന ഭാഗങ്ങളെ തുടർമാനമായി ചില കാര്യങ്ങൾ കൂടെ പഠിക്കുവാനും ഒരുമിച്ച് ചിന്തിപ്പാനും ദൈവം അവസരങ്ങളെ തരുമാറാകട്ടെ. പഴയ നിയമ പ്രമാണം, ന്യായപ്രമാണം നമ്മൾക്ക് അനിവാര്യമാണോ എന്നൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ചില വിഷയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പഴയ നിയമം നമുക്ക് വേണ്ട എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമം തന്നെയാണ്. അതുകൊണ്ട് പഴയ നിയമത്തെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരിക്കലും പുതിയ നിയമത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പഴയ നിയമം അടിസ്ഥാനമാണെന്നിരിക്കെ അതിനെ അറിയാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. അപ്പോൾ പഴയ നിയമം അറിയുകയും പുതിയ നിയമത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ നാം ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇന്ന് പലരും പഴയ നിയമ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പുതിയ നിയമത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധപ്പതിച്ച ജീവിതത്തിന്റെ മേഖലകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പഴയ നിയമം പൗരോഹിത്യമാകാം, ആലയ സംബന്ധമായ വിഷയങ്ങളാകാം, യാഗങ്ങളാകാം, ഇങ്ങനെ പലതും മാറ്റി വെച്ചിട്ടാണ് പുതിയ നിയമം സ്ഥാപിക്കുന്നത്. പഴയ നിയമ യാഗങ്ങൾക്ക് പകരം സ്വന്തമായി ജീവനെ കൊടുത്തുകൊണ്ട് സ്വന്തം രക്തം കൊണ്ട് യേശു പരിഹാരം വരുത്തി പഴയ നിയമ യാഗങ്ങളെല്ലാം അതുകൊണ്ട് സ്റ്റോപ്പായപ്പോൾ, നിർത്തിയപ്പോൾ ആ ഒരൊറ്റ യാഗത്തിൽ എനിക്ക് പിതാവിനോടുള്ള, ദൈവത്തോടുള്ള ആ സംസർഗം, ആ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ ഇനിയൊരു കൂടാരത്തിന്റെ ആവശ്യമില്ല, ഇനിയൊരു വിശുദ്ധ സ്ഥലത്തിന്റെ, അതിവിശുദ്ധ സ്ഥലത്തിന്റെ ആവശ്യമില്ല. പഴയ നിയമ പ്രമാണപ്രകാരം ആചരിച്ചു വന്ന ആചാരങ്ങളുടെ ആവശ്യകതയില്ല, പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ല. ഈ ഒരു തിരിച്ചറിവാണ് പുതിയ നിയമത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുന്നത്. യേശു സ്വന്തം രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുക്കുമ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയായി മാറി എന്നാണ്. പുതിയ സൃഷ്ടിയായ എനിക്ക് പഴയ നിയമത്തിലോ പഴയ പ്രമാണത്തിലോ ജീവിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ അറിവിനായി മാത്രം ഉപകരിക്കുന്നതും നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതും പുതിയ നിയമത്തിന്റെ പൊരുളുകളായി തിരിച്ചതിനെ മനസ്സിലാക്കുവാനും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ നിയമ ജീവിതത്തിൽ ക്രിസ്തുവിനോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കാൻ കഴിയും. യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നത് പോലെ നിങ്ങളും എന്നിലാകുക എന്ന് യേശു പറയുമ്പോൾ അതെങ്ങനെ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? എങ്ങനെ ജീവിക്കാൻ കഴിയും? യേശുവിനെ യേശുവായി തിരിച്ചറിയാൻ കഴിയുന്നത്, വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നുകൊണ്ടാണ് നാം എല്ലാത്തിനെയും വീക്ഷിക്കുന്നത്, കാണുന്നത്, പഴയ നിയമത്തെ പോലും. അതുകൊണ്ട് ഈ പുതിയ നിയമ വെളിച്ചത്തിൽ നടക്കുന്ന നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ നിയമത്തെ കാണാൻ കഴിയുമെങ്കിലും നമ്മുടെ ലക്ഷ്യം മുഴുവൻ മുൻപോട്ട് തന്നെ ആയിരിക്കണം. നമ്മുടെ രക്ഷാനായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ മാത്രം നോക്കി ഓടാൻ എബ്രായ ലേഖനകർത്താവ് പറയുമ്പോൾ മറ്റു ചിന്തകളും മറ്റു വിഷയങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ച് പോകാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ തീരാത്ത തർക്ക വിഷയങ്ങളും മറ്റും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇതൊന്നും നമ്മളെ ബന്ധിക്കുന്നതാകില്ല. നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തു മാത്രമായി മാറും. പഴയ നിയമ നിബന്ധനകൾ അനുസരിച്ച് ആലയത്തിന് വ്യത്യാസമുണ്ട്, ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട്, യാഗങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ജീവിത അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാത്തിൽ നിന്നും ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് അനുഭവിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ പഴയ നിയമ പ്രമാണം അനുസരിച്ച് യേശുവിനെ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. നിർബന്ധിത കൽപ്പനകൾ ആചരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ പഴയ നിയമ പ്രമാണത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് പുതിയ നിയമത്തെക്കുറിച്ചോ യേശുവിനെ കുറിച്ചോ ഒന്നും ഒരു വെളിപ്പാട് കിട്ടാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. പല പ്രവാചകന്മാരും യേശുവിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ വിളിച്ചു പറയുമ്പോൾ നമ്മൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചതെന്ന് പറയുമ്പോൾ ഇനിയും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ആ ഭാഗ്യത്തിൽ ഉറച്ചു നിൽപ്പാൻ പക്വതയും പ്രാപ്തിയും ദൈവം നമുക്ക് തരട്ടെ. പലരും പഴയ നിയമത്തെ മാറ്റണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പലരും പഴയ നിയമം നിർബന്ധിത കൽപ്പനയായി കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാം ജീവിക്കേണ്ടത് പഴയ നിയമ പ്രമാണത്തിലല്ല, പക്ഷെ അത് ഉപേക്ഷിച്ചിട്ട് മുൻപോട്ട് പോകാൻ, അതിനെ മാറ്റി നിർത്തിയിട്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുകയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വീടിന്റെ
ബേസ് ആണ് പഴയ നിയമ പ്രമാണം എന്ന് പറയുന്നത്. ആ പ്രമാണമില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. എന്നാൽ നാം ജീവിക്കുന്നത് ആ വീടിന്റെ ബേസിന്റെ മുകളിലേക്ക് കെട്ടിപ്പൊക്കിയ ആ ഭവനത്തിന്റെ അകത്താണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അടിസ്ഥാനം എന്തെന്ന് തിരിച്ചറിയുകയും ജീവിക്കേണ്ടത് ആ അടിസ്ഥാനത്തിന് മുകളിൽ പണിയപ്പെട്ട പുതിയ നിയമത്തിലുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ജീവൻ കൊടുത്തും നിലനിൽക്കാൻ നമ്മൾക്ക് കഴിയണം കേട്ടോ. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഈ ക്രിസ്തീയ മേഖലയിൽ നിങ്ങളുടെ ചിന്തകൾ എന്തായിരിക്കണം, നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആരാധിക്കണം, നിങ്ങളുടെ ആത്മീക കാഴ്ചപ്പാടുകൾ എങ്ങനെയാകണം, നിങ്ങളുടെ ശുഭപ്രതീക്ഷയുള്ള ഭാവി എന്തായിരിക്കും, ഇതെല്ലാം കൃത്യമായി തിരുവചന വേദഭാഗത്തിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പഴയ നിയമ പ്രമാണത്തിന്റെ ആവശ്യമില്ല, പുതിയ നിയമ പ്രമാണം മാത്രം മതി. എന്നാൽ അതുപോലും മനസ്സിലാക്കാതെ നിർബന്ധങ്ങൾ കാരണം പല നിബന്ധനകളിലും അകപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് വേണമെന്നും എന്ത് വേണ്ട എന്നും ചിന്തിക്കാനും വകതിരിഞ്ഞ് അതിനെ മനസ്സിലാക്കാനും നമുക്ക് കഴിയും എന്നിരിക്കെ നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് വേണ്ടാത്തതിനെ മാറ്റി നിർത്തിയിട്ട് വേണ്ട ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂരിപ്പിക്കാനും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാനും നമുക്ക് കഴിയുമാറാകട്ടെ. ഇനി വേണ്ട എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെയോ പഴയ നിയമ പുസ്തകത്തെയോ അല്ല, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്ത തർക്ക വിഷയങ്ങളെയും തർക്കവാദങ്ങളെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിൽ പുതിയ നിയമ വിശ്വാസി എന്ന ലേബലിൽ ജീവിക്കാൻ ദൈവവചനം കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. പഴയ നിയമ പ്രമാണത്തിലെ രക്ഷയുടെ അടിസ്ഥാനം എന്താണ്? പുതിയ നിയമ പ്രമാണത്തിലെ രക്ഷയുടെ അടിസ്ഥാനം പഴയതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു വ്യക്തിക്ക് പുതിയ നിയമ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവർക്ക് അറിയാം യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും യേശുവിന്റെ ക്രൂശുമരണത്തിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നും സഭയുടെ ഭാഗമായി മാറാൻ, മണവാട്ടിയായി മാറാൻ കഴിയുകയുള്ളൂ എന്നും വളരെ വ്യക്തമായി ബോധ്യം വരുന്നത് പുതിയ നിയമ പ്രമാണത്തിലാണ്. എന്നാൽ പഴയ നിയമ പ്രമാണത്തിൽ രക്ഷയുടെ അടിസ്ഥാനമേ വേറെയാണ്, ഈ കൺസെപ്റ്റ് വേറെയാണ് എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനെയൊരു ചിന്താഗതിയല്ല ഉണ്ടായിരുന്നത്. അവരുടെ രക്ഷകനായ മശിഹ രാജാവായി വരികയും അവരെ രക്ഷിച്ച് അവർക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിച്ച് സന്തോഷകരമായ സമാധാനപരമായ അനുഭവത്തിലേക്ക് മാറും, ജീവിക്കും എന്നൊരു ചിന്താഗതിയായിരുന്നു പഴയ നിയമ പ്രമാണമനുസരിച്ചുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായ ചിന്താഗതിയും പഠനമാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ വരുവാനുള്ള മറ്റൊരു നിത്യതയെക്കുറിച്ച് ചിന്തിപ്പാനും കാണുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് പഴയ നിയമ പ്രമാണമല്ല, പുതിയ നിയമത്തിലെ വെളിപ്പാടുകളാണ്. പഴയ നിയമത്തിൽ ദൈവവും ദൈവം തെരഞ്ഞെടുത്ത ജാതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ജനത, ഒരു ജനം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നത്, പൗലോസ് പറയുന്നത് ഒരു മർമ്മം എനിക്ക് അറിയാമെന്നാണ്. ആ മർമ്മത്തെക്കുറിച്ച് പറയുന്നത് സകല ജാതികളും ഈ രക്ഷയിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ്. ഇത് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമായിരുന്നു. ഈ മർമ്മം പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ ഒരു ജനത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ മാത്രമല്ല യേശു തിരഞ്ഞെടുക്കുന്നത്, ഈ ലോകത്തിലുള്ള സകല ജാതിയിലും സകല വംശത്തിലും സകല മാർഗത്തിലും ഇരിക്കുന്ന എല്ലാവരെയും യേശു സ്നേഹിക്കുന്നത് കൊണ്ട് അവന്റെ ഗുണമോ രൂപമോ ഭാവമോ പദവിയോ നിറമോ നോക്കാതെ സകലരും യേശുവിന്റെ മണവാട്ടികളുടെ അംഗമായി മാറണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് സകലരെയും അവൻ ആ തെരഞ്ഞെടുപ്പിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷം എത്തേണ്ടത് ഒരു കൂട്ടത്തിലേക്കല്ല, സുവിശേഷം എത്തേണ്ടത് ഒരു ചെറിയൊരു ജനസമൂഹത്തിലേക്ക് മാത്രമല്ല, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രമാണമില്ല. ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനതയും ഒരു സമൂഹവും ആ കൂട്ടത്തിന് വേണ്ടി കൊടുത്ത ഒരു പ്രമാണവും അതനുസരിച്ച് നിർത്തുന്ന ഒരു രാഷ്ട്രവും ഒരു രാജ്യവും മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായ ആത്മീക കാഴ്ചപ്പാടുകളിലേക്ക് ആ മർമ്മം വെളിപ്പെട്ടു വന്നപ്പോൾ ജാതികളെയും ഇതിന്റെ കൂട്ടവകാശികളാക്കി തീർക്കുന്ന സത്യമാണ് പുതിയ നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരിക്കലും പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമ പ്രമാണത്തെ നമുക്ക് ചിന്തിക്കാനും അനുസരിക്കാനും പഠിക്കാനും കഴിയുകയില്ല. പഴയ നിയമ പ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പുതിയ നിയമ വെളിപ്പാടുകളും ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പഴയ നിയമത്തിൽ
തിരുവചന ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കാനല്ല, ശത്രുക്കളോട് എതിർത്ത് നിൽക്കാനാണ്. ശത്രു സംഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും തിരുവചനം പഴയ നിയമപ്രമാണം പഠിപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ എത്രയോ വിഭിന്നമാണ്. പുതിയ നിയമത്തിൽ യേശു പഠിപ്പിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുക എന്നാണ്, ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ്. ഈ പഠനം പഴയ നിയമത്തിൽ നിന്ന് പഠിച്ചാൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവർക്കത് അംഗീകരിക്കാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുന്ന ഒരു ആത്മാവായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ അവൻ ആക്കി തന്നിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ജീവിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണെന്ന് നാം തോന്നുന്ന ചില മേഖലകളിൽ സുഖകരമായി മുൻപോട്ട് പോകാൻ വേണ്ടി ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പരിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതം, പുതിയ നിയമ ക്രിസ്തീയ ജീവിതം എത്ര സൗന്ദര്യമുള്ളതാണ്, എത്ര സുഖമാണ്, എത്ര ആനന്ദകരമാണ്. അത് അനുഭവിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രക്ഷയെക്കുറിച്ചോ സ്നാനത്തെക്കുറിച്ചോ തിരുമേശയെക്കുറിച്ചോ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ എന്തെങ്കിലും പഴയ നിയമ പ്രമാണങ്ങളിൽ ഉണ്ടായിരുന്നോ? ഇല്ല. അവർക്ക് കൊടുത്ത മറ്റ് കൽപ്പനകൾ, അവർ ആചരിക്കേണ്ട 7 ഉത്സവങ്ങൾ, ഇസ്രായേലിന്റെ 7 പെരുന്നാളുകൾ, അതൊന്നും പുതിയ നിയമ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. യേശുവോ ശിഷ്യന്മാരോ അതൊന്നും അനുവർത്തിച്ചതായിട്ടോ അതിനെക്കുറിച്ച് പഠിപ്പിച്ചതായിട്ടോ ആചരിച്ചതായിട്ടോ യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നമുക്ക് ഇതൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പഴയ നിയമ പ്രമാണം അവിടെ നിൽക്കട്ടെ. നമ്മുടെ അറിവിനായി, നമ്മൾക്കത് മനസ്സിലാക്കാനായി, നമ്മുടെ ജ്ഞാനത്തിനായി ദൈവം നമുക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി തരട്ടെ. എന്നാൽ അതിനപ്പുറത്ത് നാം ജീവിക്കേണ്ടത്, നാം മുൻപോട്ട് പോകേണ്ടത്, നമ്മുടെ ഉറപ്പ്, നമ്മുടെ അടിസ്ഥാനം പുതിയ നിയമമാണ് എന്ന് നാം മറന്നു പോകരുത്. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അംഗീകരിക്കാൻ കഴിയാതെ, അതിന് അടിസ്ഥാനപ്പെട്ട് അനുസരിക്കാൻ കഴിയാതെ, സ്നേഹിക്കാൻ കഴിയാതെ, മറ്റുള്ളവരോട് സഹകരിക്കാൻ കഴിയാതെ, വർഗീയത കാണിച്ച് നമ്മളെ മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് അകത്തെ വിദ്വേഷവും വെറുപ്പും കൊണ്ട് നടന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവത്തിൽ മുൻപോട്ട് പോയിട്ടാണ് ഈ പ്രമാണവുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ അതിനെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും നമ്മൾ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത്. യേശു പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ മറ്റെല്ലാം വിട്ടിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ? അതാണ് തിരുവചനത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്, അതാണ് ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. സകലത്തിലുപരി നിങ്ങളെ സ്നേഹം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ, സകലത്തിലുപരി മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ദൈവം നിങ്ങളെ പഠിപ്പിക്കട്ടെ. അതിനുവേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിൽ ദൈവം, യേശു നമുക്ക് നൽകി തന്ന കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്വന്തം രക്തം കൊടുത്തും സ്വന്തം ജീവൻ കൊടുത്തും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാം സെൽഫിഷായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിത മേഖലകളിൽ നിന്ന് എൻ്റെ ജീവൻ കൊടുത്തും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പഴയ നിയമത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പന്നതയാണ്, സാമ്പത്തികമാണ്, തലമുറകളുടെ അനുഗ്രഹമാണ്, കന്നുകാലികളുടെ പേരും പെറുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നതും ഫിസിക്കലായിട്ടുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ല. അതിനപ്പുറത്ത് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാനൊരു പുതിയ നിയമ വിശ്വാസിയാണെങ്കിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ലഭിച്ച യേശുവിന്റെ സ്നേഹമാണ്. അതിലും വലിയൊരു അനുഗ്രഹം എനിക്കില്ല എന്നുള്ളതാണ്. ഈ പുതിയ നിയമ അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്, യേശുവിനെ ഒരു വ്യക്തി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ യേശുവിനോട് എനിക്ക് അനുഗ്രഹങ്ങൾ വരും എന്നുള്ളതല്ല, ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ളതാണ്. യേശു പറഞ്ഞതും പഠിപ്പിച്ചതും ചെയ്തു കാണിച്ചതും അത് തന്നെയാണ്. സ്വന്തം ജീവിതം തകർത്തിട്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്ന യേശുവിനോട് ഇന്ന് പുതിയ നിയമ അടിസ്ഥാനത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട സത്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അനുഗ്രഹമായി മാറണം. പഴയ നിയമത്തിൽ ഇങ്ങനൊരു ഉപദേശമില്ല, പഴയ നിയമത്തിൽ ഇതിനൊരു അടിസ്ഥാനമില്ല. ശത്രുക്കളെ സ്നേഹിപ്പാനല്ല, ശത്രുക്കളോട് എതിർത്ത് നിൽക്കാനാണ് ആ പഴയ നിയമ പ്രമാണം പഠിപ്പിക്കുന്നത്. ദുഷ്ടന്മാരെ സംഹരിച്ചു കളയണമെന്ന് പഴയ നിയമത്തിൽ നമുക്ക് വാക്യങ്ങൾ എടുത്ത് വായിക്കാനും കാണാനും കഴിയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുള്ള പ്രാർത്ഥനയല്ല, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാനും നമ്മളോട് എതിർക്കുന്നവരെ അനുഗ്രഹിക്കാനും ആ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ നിർബന്ധിത കൽപ്പനകളായി പറയുന്ന പലതിനെയും സ്ഥാപിക്കാൻ വേണ്ടിയാണ് പഴയ നിയമത്തിന് നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ചില വചനങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തും എങ്ങനെയും വിശ്വസിക്കാം. എന്നാൽ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്
പുതിയ നിയമമാണ്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു സ്വന്തം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സഭയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്. അതിനെ മറുത്തിട്ട്, അതിനെ മത്സരിച്ചിട്ട്, അതിനെ മാറ്റിവെച്ചിട്ട് മറ്റൊന്നിലേക്ക് തിരിയാൻ നമുക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ദൈവം അനുവദിക്കാതിരിക്കട്ടെ. നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്, കൽപ്പനകൾ പ്രമാണിക്കാനുള്ളതാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മൾക്ക് നൽകി തന്ന ഉപദേശത്തിൽ, ആ ഉടമ്പടിയിൽ യേശു സ്ഥാപിച്ച ആ പുതിയ നിയമ പ്രമാണം അനുസരിച്ച് ജീവിപ്പാനും ആ ഉപദേശത്തിൽ നിലനിൽക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പുതിയ നിയമ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാനും അതനുസരിച്ച് മുൻപോട്ട് പോകുവാനും പഴയ നിയമ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ ലഭിപ്പാനും അറിവ് പ്രാപിപ്പാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ന്യായപ്രമാണ സംബന്ധമായി മരിക്കാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, പാപസംബന്ധമായി പാപത്തിന്റെ പ്രമാണത്തിൽ മരിക്കാൻ നമ്മളെ വിട്ടുകൊടുത്തിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ജീവന്റെ പ്രമാണം നമ്മുടെ ഉള്ളിലാക്കാൻ ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.